ലോക പരിസ്ഥിതി ദിനത്തിൽ ലഭ്യമാകുന്ന തൈകൾ നടുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ് ചൂരലിൽ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന രാക്ഷസക്കൊന്നകൾ. ഒരു പ്രദേശത്തെയാകെ ഊഷരമാക്കാൻ ഈ അധിനിവേശ വിഷവൃക്ഷത്തിനു കഴിയുമെന്നാണ് വയനാട് നൽകുന്ന പാഠം. പരിസ്ഥിതി ദിനത്തിൽ ലഭ്യമാകുന്ന തൈകൾ നടുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ് ചൂരലിൽ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന രാക്ഷസക്കൊന്നകൾ. ഒരു പ്രദേശത്തെയാകെ ഊഷരമാക്കാൻ ഈ അധിനിവേശ വിഷവൃക്ഷത്തിന് കഴിയുമെന്നാണ് വയനാട് നൽകുന്ന പാഠം. രാക്ഷസക്കൊന്ന, മഞ്ഞക്കൊന്ന, സ്വർണ്ണക്കൊന്ന എന്നീ പേരുകളിലൊക്കെ ഇതറിയപ്പെടുന്നു. 6000 മുതൽ 9000 വരെ വിത്തുകൾ ഒരു മരത്തിൽ നിന്നും വീഴുന്നു. രാക്ഷസക്കൊന്നയിൽ വിഷാംശം കലർന്നിട്ടുള്ളതിനാൽ ഒരു ജീവിയും ഉപയോഗിക്കില്ല. ഇവയ്ക്കിടയിൽ ഒരു ചെടിയും വളരില്ല. കുറ്റിച്ചെടികൾ വളരുന്നത് ഇല്ലാതാക്കും. ഭൂഗർഭജലം താഴുന്നതിനും അതുവഴി ജലക്ഷാമത്തിനും രാക്ഷസക്കൊന്ന ഇടയാക്കുന്നു. കേരളത്തിലെ പരിസ്ഥിതിയെ കാർന്നു തിന്നുന്ന ഒരു രാക്ഷസ മരമാണ് രാക്ഷസക്കൊന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വൃക്ഷങ്ങൾ. വയനാടൻ കാടുകളിലടക്കം സാമൂഹ്യ വനവൽക്കരണ പരിപാടിയുടെ ഭാഗമായി അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വനം വകുപ്പ് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത ഒരു അധിനിവേശ സസ്യമാണിത്. ഈ സസ്യം അതിഭീകരമായ രീതിയിൽ വളർന്നു പന്തലിച്ച് നമ്മുടെ പരിസ്ഥിതിക്ക്, നമ്മുടെ ആവാസ വ്യവസ്ഥക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊഴിയുന്ന ഇലകൾ മണ്ണിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്നതായി പഠനങ്ങൾ വെളിവാക്കുന്നു. ഇതിനെ ഉന്മൂലനം ചെയ്യുക അത്ര എളുപ്പമല്ല. വെട്ടിമാറ്റിയാലും വീണ്ടും മുള പൊട്ടും. എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ മുറിച്ച് തീയിട്ട് വ്യാപനം തടയേണ്ടതുണ്ട്. ഒപ്പം പേരറിയാത്ത മരത്തൈകൾ നടുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ രാക്ഷസക്കൊന്നകൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.